ക്രിസ്മസ് ന്യൂ ഇയർ ബിഗ് ഓഫേഴ്സ് മറയൂർ. ഓ ബേബി, ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. 1500 രൂപ മുതലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. 2500 മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. ഈ ഓഫർ ഡിസംബർ 8 മുതൽ ജനുവരി 1 വരെ മാത്രം. ന്യൂ ബോൺ മുതൽ 10 വയസ്സ് വരെയുള്ള ബേബി ഡ്രസ്സസ്, കോട്ടൺ ഡെയിലി വെയർസ്, വെസ്റ്റേൺ വെയർ, ജീൻസ്, ടോപ്സ്, പാർട്ടി വെയർ, ബേബി കെയർ പ്രോഡക്ട്സ്, മെറ്റർണിറ്റി വെയർ ആൻഡ് ന്യൂ ബോൺ എസെൻഷ്യൽസ് എല്ലാം ഇവിടെയുണ്ട്. കൂടാതെ ബാഗ്സ്, ഇലക്ട്രിക് കാർ, ബൈക്ക്, സൈക്കിൾസ്, പ്രീമിയം ടോയ്സ് എല്ലാം സൂപ്പർ ക്വാളിറ്റി, മികച്ച റേറ്റ്. ഓ ബേബി, എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്നല്ലേ? ന്യൂ കളക്ഷൻസ്, ന്യൂ സ്റ്റൈൽ, ന്യൂ ഡിസൈൻസ്, എവറിഥിങ് ഫ്രഷ്, എവറിഥിങ് ട്രെൻഡി, എവറിഥിങ് അഫോർഡബിൾ, എവറിഥിങ് ന്യൂ, എവറിഥിങ് ട്രെൻഡി. ഓ ബേബി മറയൂർ, സാൻഡൽ സിറ്റി ബിൽഡിംഗ് നിയർ ചപ്പാത്തി ഫാക്ടറി. മറയൂർ ബെസ്റ്റ് കിഡ് ആൻഡ് ബേബി കളക്ഷൻസ്. കം നൗ. നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വവുമില്ല. ഇപ്പോൾ ദീർഘകാലമായി RPIയിലാണെന്നും പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ പാർട്ടിയുടെ പേര് കേട്ടു, അവിടെയെല്ലാം ചേർന്നിട്ടുണ്ടെന്നും. ഇപ്പോൾ അവസാനം തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ള വാർത്തകൾ വരെ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒരു പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ ആർക്കും വോട്ട് അഭ്യർത്ഥിച്ച് ക്യാമ്പയിനിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്നാൽ ചില ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് വരുന്നവർ മുൻകാല എൻ്റെ പ്രവർത്തന കാലഘട്ടത്ത് എൻ്റെ വളർച്ചയ്ക്കും എന്നിലൂടെ ഞാൻ പ്രതിനിധീകരിച്ച പാർട്ടിയുടെ വളർച്ചയ്ക്കും പങ്കുവഹിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. അവർ ഈ കാലയളവിൽ ചില പാർട്ടികളിൽ മാറിയിട്ടുണ്ട്, ചില പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ആവശ്യപ്രകാരമുള്ള ചില സ്ഥലങ്ങളിൽ വോട്ട് ഈ പറയുന്ന ആളുകൾക്ക് ഇടണം എന്ന് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരസ്യമായി ഒരു ക്യാമ്പയിനിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ കണ്ടത് BJPക്ക് മാത്രമായി വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല, ഒരു പാർട്ടിയിൽ അംഗത്വവുമില്ല, മുൻകാല പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ സഹായിക്കാൻ ഇടപെട്ടിട്ടുണ്ട്, അതിനെ പാർട്ടി ഒന്നും നോക്കിയിട്ടില്ല. ഈ പാർട്ടി, അതായത് ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന CPM, അതിൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അന്ന് പാർട്ടി നോക്കാതെ സഹായിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളവർ ഇന്ന് പാർട്ടി അംഗത്വമില്ലാത്ത സാഹചര്യത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്. അതിൽ BJPയും ഉണ്ടാകാം. BJPക്ക് വോട്ട് ചെയ്യരുത് എന്ന് ആരോടും പണ്ടുപോലെ ആധികാരികതയോട് പറഞ്ഞിട്ടില്ല. BJPയിൽ മത്സരിക്കരുത് എന്ന് പണ്ട് പറഞ്ഞതുപോലെ ആരോടും എന്നോട് അഭിപ്രായങ്ങൾ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവരവർക്ക് അഭിപ്രായമുള്ള പാർട്ടിയിൽ മത്സരിക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് അതങ്ങ് വിട്ടത്. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോഴും ആ നിലപാടിൽ അതേപടി ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ പാർട്ടിയിൽ മാറുമോ എന്നുള്ളതാണ് ബാക്കി ചിത്രം. രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആക്ഷേപം. പാർട്ടിയുടെ 2 സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബ്രാഞ്ചിലോ ലോക്കലിലോ ഏരിയയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഏരിയ സമ്മേളനങ്ങളിൽ, ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനങ്ങളിൽ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് ഒരു സമ്മേളനവും പറഞ്ഞിട്ടില്ല. ആ സമ്മേളനത്തിൽ ചർച്ചയുമില്ല. ആ സമ്മേളനത്തിനേക്കാൾ വലിയ ഒന്നും, ഒരു തീരുമാനവും പാർട്ടിക്കകത്തില്ല. ഏത് തീരുമാനവും കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം കമ്മിറ്റികൾ അംഗീകരിക്കാം, പക്ഷെ പാർട്ടി സമ്മേളന വേദികളിൽ പോലും വന്നില്ല. മറയൂരിൽ ഔറാച്ചൻ്റെ വീട്ടിൽ രാജേന്ദ്രനെതിരെ റിപ്പോർട്ട് ഉണ്ടാകാൻ അന്നത്തെ സെക്രട്ടേറിയറ്റ് മെമ്പറും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ അടക്കമുള്ളവർ
റിപ്പോർട്ട് തിരുത്തിയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പർമാരും LC മെമ്പർമാരും ഉണ്ട്. പിന്നീട് നോട്ടീസിൽ പോലും രാജേന്ദ്രൻ്റെ പേര് വരുന്നത്, സ്കൂൾ ബസ്സിൽ പോലും രാജേന്ദ്രൻ്റെ പേര് അവിടെ നിന്ന് നീക്കണം എന്ന് നിലപാട് സ്വീകരിക്കുകയും അത്രത്തോളം ശത്രുതാ മനോഭാവമായി നിലപാട് സ്വീകരിക്കുന്ന CPMൻ്റെ നേതാക്കളോടൊപ്പം അവരുടെ നിലനിൽപ്പിനെ വോട്ട് അഭ്യർത്ഥിക്കുവാനും വോട്ട് ചെയ്യണമെന്ന് പറയുവാനും ആഗ്രഹമില്ല. അത് പാർട്ടിയോടുള്ള വെല്ലുവിളിയല്ല. നേതാക്കന്മാർ എടുക്കുന്ന നിലപാടുള്ള അസംതൃപ്തിയാണ്. അപ്പോൾ പാർട്ടിയിൽ ഏതെങ്കിലും പ്രവർത്തനമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഫസ്റ്റ് പ്രിഫറൻസ് CPM ആണ്, സെക്കൻഡ് CPI ആണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ BJPയിലേക്ക് എപ്പോൾ കൂടുമെന്നുള്ളതാണ് പത്രമാധ്യമങ്ങളും പുറത്തിരിക്കുന്നവർക്ക് അറിയേണ്ടത്. ഒരു ഘട്ടത്ത് BJPയെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന വലിയ ഒരു അന്തരം ഇന്ന് ജീവിത രീതിയിൽ ആർക്കുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇന്ത്യ ഭരണം നടത്തുന്ന ഒരു പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ CPM പാർട്ടിക്ക് മുൻഗണന കൊടുക്കുന്ന, ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ, സഹകരിപ്പിക്കാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ, സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടപെടുവാൻ പ്രാദേശികമായി ചില നേട്ടങ്ങൾ പ്രദേശത്തിന് ലഭ്യമാകുമെങ്കിൽ ഏത് പാർട്ടിക്കകത്തും പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തിയുടെ സാമ്പത്തിക വികസനമാണ് ഒരാളുടെ രാഷ്ട്രീയം. അത് സാമൂഹികമായി മാറ്റം വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ വളർച്ചയാണ്. ഇവിടെ ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് പ്രശ്നങ്ങളുണ്ട്, പ്ലാന്റേഷൻ മേഖലയിൽ താമസവും ആളുകളുടെയും പ്രശ്നങ്ങളുണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള പദ്ധതികൾ പോലും 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, പത്രമാധ്യമ സുഹൃത്തുക്കളും അനുഭവ സമ്പത്തുള്ളവരും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും അനുഭവമുള്ള സാഹചര്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തീർച്ചയായും ഈ അനുഭവം ജനങ്ങൾക്ക് വിനിയോഗിക്കണമെന്ന്. അർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന്, വ്യക്തിയുടെ സാമ്പത്തിക വികസനത്തിന് പ്രധാനമായും ഉപകരിക്കും എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നതിന് പ്രയാസമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്കൊരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ സ്ഥാനമാനം വേണമെന്നോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടാകണമെന്നോ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കഴിഞ്ഞകാല 40 വർഷ പ്രവർത്തനത്തിൽ പാർട്ടിയുടെ പ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും ജനാധിപത്യ വ്യവസ്ഥയിലെ പാർലമെൻ്ററി പ്രവർത്തനവുമെല്ലാം വേണ്ടത്ര ആവശ്യത്തിന് അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. അതുകൊണ്ട് സ്ഥാനമാനത്തിന് അല്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ടായാൽ ഒരു പക്ഷേ അതിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത്, പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശിച്ചത് പരസ്യമായി ആർക്കും വോട്ട് ചോദിച്ചിറങ്ങിയിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ഇടപെട്ട് വോട്ട് അവർക്ക് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും തുടരും എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് BMLT, BSc ഡയാലിസിസ് ടെക്നോളജി, BWalk-in MLT, BWalk-in ഡയാലിസിസ് ടെക്നോളജി, BWalk-in റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, BWalk-in അനസ്തേഷ്യ ടെക്നോളജി, BWalk-in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWalk-in ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ, BWalk-in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, DMLT ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, CSSD ടെക്നോളജി, DWalk-in MLT, DWalk-in ഡയാലിസിസ് ടെക്നോളജി,
ഡി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡി വോക്ക് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, GNM എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 പാസ്സാകാത്ത കുട്ടികൾക്ക് +2 തതുല്യമായ മെഡിക്കൽ കോഴ്സുകൾ. വെബ്സൈറ്റ് www.stjosephinstituteofeducation.com. ഇമെയിൽ stjosephinstitute.org@gmail.com.